നമുക്കല്ല ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ അറിയാവുന്നത്, അതുകൊണ്ട് അനുസരിക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇപ്പൊ അവര് പറയുന്ന മോശം കാര്യം ആണെങ്കിലും, ഇപ്പൊ നമ്മൾ മോശമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മൾ അതിനെ നല്ല പോസിറ്റീവായിട്ട് അവര് പറയുന്നത് അനുസരിച്ച് കഴിയുമ്പോൾ അവർക്കും സന്തോഷമാവും, ദൈവത്തിനും സന്തോഷവും. അപ്പം അത് നമ്മൾ അനുസരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം വേറെയാണ്. അപ്പൊ നമ്മൾ അവർ പറയുന്ന ചെറിയ കാര്യമാണെങ്കിലും അങ്ങ് അനുസരിച്ചേക്കണം. ഇപ്പൊ ഞാനാണെങ്കിൽ കുറെ കാര്യമൊന്നും അനുസരിക്കാറില്ല. എനിക്കിപ്പോ അറിയാം, ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത് ഫോർമേഷൻ ക്ലാസ് അതിനൊക്കെ വിളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് വരുന്നത്, നമ്മൾ ഈ പ്രസംഗത്തിനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടൊരു ഇറിറ്റേഷൻ ഒക്കെ വരും. അതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു കുട്ടിയാണ്. ഞാൻ ഇപ്പം +2 കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു വൈബും ഇതൊക്കെ തന്നെയാണ് എനിക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണെന്ന് വരെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ന് നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദേശിക്കാൻ വന്ന ആളൊന്നുമല്ല. എന്റെ ജീവിതത്തിൽ ഉണ്ടായ കുറെ അനുഭവങ്ങളും ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടിപ്സും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേരിരിക്കുന്നതിൽ ഒരു 5-6 പേർക്കെങ്കിലും ഞാൻ പറഞ്ഞു തന്നത് വെച്ചിട്ട് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ നോക്കട്ടെ. അപ്പൊ അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ വചനം പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇനി ഒരു വചനം കൂടെ ഉണ്ട്, ലാസ്റ്റത്തെ. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. സങ്കീർത്തനം 118:23. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവരെല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഞാൻ തികച്ചും വ്യത്യസ്തയായിട്ടുള്ള ഒരാളാണ്. അപ്പം ശരിക്കുമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണുമ്പോൾ ഓർക്കും സാധാ ഇപ്പം എന്താ പറയാ, അതായത് എന്നെ ഈ പരിപാടിക്ക് വിളിച്ചില്ല, നിങ്ങളിപ്പോ എന്നെ പുറത്തൊക്കെ വെച്ച് കാണുവാണെങ്കിൽ എന്താ സാധാ ഒരു ചെറിയ കുട്ടി എന്നല്ലേ വിചാരിക്കത്തുള്ളൂ. കാരണം എന്റെ കാര്യമൊന്നും അറിയത്തില്ല, ന്യൂസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ വിചാരിക്കും. പക്ഷേ എനിക്ക് എന്റെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പം എനിക്കിപ്പോ പഠിച്ച് ഇത്രയും മാർക്ക് നേടി എന്റെ മാതാപിതാക്കളെയും എന്റെ അധ്യാപകരെയും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അത് ശരിക്കും നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതി വെച്ചിട്ടല്ല. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്കറിയാം ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന്. എനിക്ക് ഈ വചനം കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. അതായത് ഇത് ഞാൻ സ്വന്തമായിട്ട് നേടിയെടുത്തതൊന്നുമല്ല, എന്റെ കഴിവല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, അതിന് ദൈവം തന്ന ഒരു പ്രതിഫലമാണ്. അതാണ് ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ വചനം കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യം തന്നെ ഒരു പാട്ടൊക്കെ പാടി നല്ല ഒരു രീതിക്ക് തുടങ്ങാനാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കത്തില്ലേ? ഞാൻ ആദ്യം ഒരു ലൈൻ പാട്ട് പാടും, അതൊരു തമിഴ് പാട്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, അതിനുശേഷം നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ പാടണം. കൂടെ പാടത്തില്ലേ? പാടത്തില്ലേ? നിങ്ങൾക്കൊരു ശബ്ദമില്ലേ? ആരും ഒന്നും സംസാരിക്കുന്ന ഒന്നുമില്ലല്ലോ. തലയാട്ടുന്നത് മാത്രം സംസാരിക്കാൻ പറ്റത്തില്ലേ? പാടത്തില്ലേ? പാടാൻ പറ്റത്തില്ലേ? എന്നാ നമുക്ക് പാടണ്ടേ. എൻ കൂടെ വേരും ഓ യേശുവേ, നേരില്ല മന്ന
എൻ പക്കത്തിലേലും ഓ യേശുവേ നീറില്ലാமல் வாழ முடியாது ഇരുളന வாழ்க்கையிலே വെളിച്ചമാനിരേ ഉയരற்ற வாழ்க்கையிலே ജീവനാനിരേ നമ്മുടെ കഷ്ടപ്പാടിനും നമുക്ക് വെളിച്ചമായി അവിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മുടെ ജീവൻ പോകുമ്പോഴും നമുക്ക് ജീവനായിട്ട് എപ്പോഴും നമ്മുടെ ഈശോ ഉണ്ടെന്നാണ് അടുത്തത് പറയുന്നത്. ഇരുളന வாழ்க்கையிலே വെളിച്ചമാനിരേ ഉയരற்ற வாழ்க்கையிலே ജീവനാനിരേ എൻ വെളിച്ചവും നീരേ എൻ ജീവനും നീരേ എനിക്കെല്ലാമേ നീകനാനപ്പാ. എന്റെ വെളിച്ചവും അങ്ങാണ്, എന്റെ ജീവനും അങ്ങാണ്. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എൻ